ബന്ധം പോലും ഇസ്ലാമിലെ കുടുംബ ബന്ധങ്ങൾക്കില്ല. അന്നത്തെ ഗോത്ര സമ്പ്രദായങ്ങളെ മുഴുവൻ ശരിവെക്കുന്ന വളരെ കുത്തഴിഞ്ഞ പ്രാകൃതമായ പുരുഷാധിപത്യപരമായ സ്വതന്ത്രമായ ലൈംഗികതയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. തെളിയിച്ചു തരാം, ഖുർആനും ഹദീസും വെച്ച് തെളിയിച്ചു തരാം. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കുത്തഴിഞ്ഞ ലൈംഗികതയാണ്. മുഹമ്മദ് നബി പോലും ജനിച്ചത് അത്തരം ഒരു കുത്തഴിഞ്ഞ ലൈംഗികതയിൽ നിന്നാണ് എന്ന് ഇസ്ലാമിന്റെ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു കുടുംബത്തിലല്ല ജനിച്ചത്. മുഹമ്മദ് നബിയുടെ വാപ്പ അബ്ദുള്ള എന്ന് പറയുന്നു, ഉമ്മ ആമിന എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ഒരു രാത്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇബ്നു ഹിഷാമിന്റെ സീറത്തു റസൂലുള്ള വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതൊരു മുത്തുകയാണ്. എന്താ മുത്തുക? നാടോടികളായ യാത്ര ചെയ്തുകൊണ്ട് നാടോടികളായി ജീവിച്ചിരുന്ന അറബികള് അവരുടെ മാസങ്ങളോളം നീണ്ട യാത്രകൾക്കിടയിൽ എവിടെയൊക്കെയാണോ ഇടത്താവളങ്ങളിൽ വിശ്രമിക്കുന്നത് അവിടെയൊക്കെയുള്ള സ്ത്രീകളുമായി വാടക ബന്ധം പുലർത്തിയിരുന്നു. ആ വാടക ബന്ധത്തിൽ കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഈ ജനിപ്പിച്ച പുരുഷന് അവകാശപ്പെട്ട ആളായിരുന്നു. അങ്ങനെ പ്രസവിച്ച പിറ്റേന്ന് തന്നെ ഈ കുട്ടിയെ ഈ പുരുഷനെ വിളിച്ചു വരുത്തിയിട്ട് ഈ സ്ത്രീ ഏൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് ഈ പുരുഷൻ ഈ കുട്ടിയെ മുലയൂട്ടി വളർത്താൻ അന്ന് വാടകയ്ക്ക് മുലയൂട്ടുന്ന പദവി സ്ത്രീകളെ ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ 9 or 10 വാടക പെണ്ണുങ്ങൾ മുലയൂട്ടി വളർത്തിയ ഒരു വാടക കുട്ടിയാണ് മുഹമ്മദ്. ജനിച്ച അമ്മ 3ാമത്തെ ദിവസം ഉപേക്ഷിച്ച കുട്ടിയാണ്. അബ്ദുള്ളയും ആമിനയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ഒരൊറ്റ രാത്രി, ഒരു യാത്രയിൽ, അബ്ദുള്ള വാപ്പാനെയും കൂട്ടി പോകുന്ന ഒരു യാത്രയിലാണ് ആ ബന്ധം ഉണ്ടാവുന്നത്. അതിനുശേഷം അവർ ദാമ്പത്യ ബന്ധം തുടർന്നതായിട്ടോ അവർ ഒരുമിച്ച് ഒരു കുടുംബമായി ജീവിച്ചതായിട്ടോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പോലും തെളിവില്ല. ഇതൊക്കെ സത്യമാണ്. അതിനെ ന്യായീകരിക്കുന്ന ഹദീസുകളും ഖുർആൻ വാക്യങ്ങളും ഉണ്ട്. ഖുർആനിലെ അന്നിസായിലെ 24ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ലൈംഗിക ബന്ധമാവാം. ഏത് പെണ്ണുമായിട്ടും ഒരു കരാറുണ്ടാക്കിയിട്ട് പൈസ കൊടുത്തിട്ട്. അതാണ് ഷിയാക്കൾ ഇന്നും അംഗീകരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ, മുസ്ലിം വ്യക്തി നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ള തൽക്കാല കല്യാണം മുത്തുക. പ്ലഷർ സെക്സ് എന്നാണ് മുത്തുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. മുത്തുക എന്നുള്ള സുഖം എടുക്കുക എന്നർത്ഥം. പ്ലഷർ സെക്സ് അനുവദിക്കുന്ന മതമാണ് ഇസ്ലാം. അത് 6ാം നൂറ്റാണ്ടിലെ ആ പ്രാകൃത അറേബ്യൻ ഗോത്രത്തിലെ കുത്തഴിഞ്ഞ ലൈംഗിക ബന്ധമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പരം വിവാഹം ചെയ്ത് അവർക്ക് മക്കളുണ്ടായി ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുക, മക്കളെ വളർത്തുക എന്ന ആധുനിക കുടുംബ സമ്പ്രദായം അനുസരിച്ചുള്ള യാതൊരു സങ്കല്പവും ഇസ്ലാമിന്റെ കൾച്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ ഇന്ന് മുസ്ലിം പണ്ഡിതന്മാരെ അത് ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.